MSM കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളുടെ പരാതിയിൽ നടപടിയെടുക്കാത്ത കായംകുളം പോലീസിനെതിരെ ഗുരുതര ആരോപണം. പരാതിയുമായി എത്തിയ കുട്ടികളെ അധിക്ഷേപിക്കുന്ന മട്ടിൽ സംസാരിച്ച ഉദ്യോഗസ്ഥൻ പ്രതികളെ ന്യായീകരിച്ചെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. ഒരാഴ്ചയായി പ്രതികൾ സ്വൈരവിഹാരം നടത്തുന്നതിനിടെ സുരക്ഷിതത്വം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിനികളും അധ്യാപകരും കേരള സർവകലാശാലയ്ക്ക് പരാതി നൽകി. പോലീസ് നിരീക്ഷണത്തെ പോലും വെല്ലുവിളിച്ച് ഹോസ്റ്റലിൽ തുടർച്ചയായി എത്തിയ സാമൂഹ്യവിരുദ്ധനെ രാത്രിയിൽ കണ്ട ഭയന്ന് സുരക്ഷിതത്വം ആവശ്യപ്പെട്ട വിദ്യാർത്ഥിനിക്ക് കായംകുളം പോലീസ് നൽകിയ മറുപടിയാണിത്. യാദൃശ്ചികമായിട്ട് കണ്ടതല്ലേ, നിങ്ങളത് വിട്ടേക്കണം. പിന്നെ ഒളിഞ്ഞോട്ടക്കാരാണെങ്കിൽ അവർ വന്നിട്ട് പൊക്കോളൂ എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഒളിഞ്ഞോട്ടക്കാരാണെങ്കിൽ വന്നിട്ട് അവർക്കൊരു ഇതുമില്ല, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്കൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ശുചിമുറിയിലടക്കം അപരിചിത സാന്നിധ്യം കണ്ട് ഒന്നുറങ്ങാൻ പോലും ആകാതെ ഭയന്നിരിക്കുന്ന വിദ്യാർത്ഥിനികളോടാണ് ഒട്ടും പരിഗണനയില്ലാത്ത മറുപടിയെന്ന് വേണം ഓർക്കാൻ. സ്ത്രീ സുരക്ഷയ്ക്ക് പരമപ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനത്താണ് 80ഓളം വിദ്യാർത്ഥിനികളെയും രക്ഷകർത്താക്കളെയും ആശങ്കയിലാക്കി രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധന്മാർ അഴിഞ്ഞാടുന്നത്. മുന്നേ കണ്ട CCTV ദൃശ്യങ്ങളടക്കം കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് വിവരം കൈമാറിയിട്ട് ആഴ്ച പിന്നിടുന്നു. ഒളിഞ്ഞു നോക്കാൻ വന്നവനാണെങ്കിൽ വിട്ടുകളയെന്ന് കുട്ടികളോട് പറഞ്ഞ അതേ ലാഘവത്തോടെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. ഭയന്ന് വിറച്ച് കോളേജിൽ ബോധക്ഷയമുണ്ടായി വീണ വിദ്യാർത്ഥിനികളുടെ എണ്ണം 3. ഉറക്കം പോലുമില്ലാതെ പെൺകുട്ടികളുടെ മനോനില മോശമായിരിക്കുന്നുവെന്ന് അധ്യാപകർ തന്നെ സ്ഥിരീകരിക്കുന്നു. സർവകലാശാല പരീക്ഷാകാലത്തു കൂടിയാണ് ഈ അവസ്ഥയെന്നത് ദയനീയമാണ്.